നമസ്കാരം. കേന്ദ്ര സർക്കാരിൽ 2 മന്ത്രിമാർ കൂടി കേരളത്തിന് വന്നു. അവരുടെ വകുപ്പുകളും വിഭജിച്ച് നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാനും കേരളത്തിന് കൂടുതലായി എന്തെങ്കിലും പ്രതീക്ഷിക്കാനും ഉണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോ പരിശോധിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തു. ഒപ്പം ജോർജ് കുര്യനും അദ്ദേഹത്തിൻ്റെ പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വകുപ്പ് വിഭജിച്ച് നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളം പ്രതീക്ഷിക്കുന്നത് 1 സുരേഷ് ഗോപി, 2 ഈ പറഞ്ഞതുപോലെ ജോർജ് കുര്യൻ, 3 സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ കാലത്ത് നേരിട്ട ദുരിതം അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ്. ഈ സാഹചര്യം കൂടി പരിശോധിക്കുന്ന 3 ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്കുള്ളത്. കേന്ദ്ര വകുപ്പ് വിഭജിച്ച് നൽകിയതിന് ശേഷം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ചുമതലയേൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്രോളിയം സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. പെട്രോളിയം സഹമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. നിലവിൽ BJP ഗവൺമെൻറ്റിൻ്റെ പെട്രോൾ മേഖലയുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപി നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തും. 3 മണിക്കൂർ കൊണ്ടാണ് ഇനി ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്താൻ പോകുന്നത്. 9 മണിക്കൂർ എടുത്തിരുന്ന അതിനുവേണ്ടി ഉപയോഗിച്ച പെട്രോൾ എന്ന് പറയുന്നത് 6 മണിക്കൂർ കത്തിക്കേണ്ടാതെ വരുന്ന പെട്രോളിൻ്റെ കാശ് നിങ്ങളുടെ പേഴ്സിലിരിക്കും. ഇതാണ് പെട്രോളിൻ്റെ വില. പെട്രോളിന് 40 രൂപ ലിറ്ററിനാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 നരേന്ദ്രമോദി സർക്കാർ 1ാമത് അധികാരമേറ്റത്. ആ വാഗ്ദാനമായിട്ട് തന്നെ അവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പെട്രോളിൻ്റെ വില എന്തായി? സ്വകാര്യ കമ്പനികൾ കൊള്ളയടിച്ചുകൊണ്ട് 100 രൂപ കടക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുണ്ടായത്. അതിനെ ന്യായീകരിക്കാൻ റോഡുണ്ടാക്കുന്നത് പെട്രോൾ കൊണ്ടാണ്, അരി തരുന്നത് പെട്രോൾ കൊണ്ടാണ്, ഇങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരും അവരുടെ ഏജൻറ്റുമാരും തയ്യാറായി. എന്നാൽ ഇത്രയും കാലം ഇതൊന്നും കിട്ടിയത് അതുകൊണ്ടല്ലല്ലോ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കാൻ നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുമെന്നല്ലാതെ ഉത്തരത്തിലേക്ക് അത് എത്തുകയും ചെയ്യില്ല. എന്തായാലും സുരേഷ് ഗോപി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, എന്താണ്? ഈ വിലയൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പോരും, പെട്രോളിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും വിചാരിച്ച് കാര്യമില്ല, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോകും എന്ന് സുരേഷ് ഗോപി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ലൈഫും മറ്റേ പരിപാടികളും എല്ലാം അങ്ങ് പോയത്. പെട്രോളിന്റെ എന്ന് പറയുന്നത് എപ്പോ തുടങ്ങിയതായത്? ഏത് വർഷമാണ് തുടങ്ങിയത്? So it will happen. Even when the next government comes, it will continue. അതങ്ങനെയാണ് അതിന്റെ പ്രോസസ്. പെട്രോളിയത്തിന്റെ എത്ര ലക്ഷം കോടിയാണ് കടം തിരിച്ചടച്ചതെന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. അതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതങ്ങ് വളർന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പം ലേശം കുറഞ്ഞാൽ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതലായി പ്രതീക്ഷിക്കാനുണ്ടാകും എന്നുള്ളതാണ് മുൻ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാന നേതൃത്വവുമായി, അതായത് സർക്കാരിൻ്റെ നേതൃത്വവുമായി, പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാരുമായിട്ട് രാജഗോപാലിന് നല്ല ബന്ധമായിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കേരളത്തിലെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനുശേഷം വാജ്പേയി സർക്കാരിൻ്റെ ആ കാലത്തെ സഹമന്ത്രി സ്ഥാനത്തിന് ശേഷം BJPക്ക് പല മന്ത്രിമാർ കേന്ദ്രത്തിൽ വന്നു. സമീപകാലത്ത് മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും അതിനു മുമ്പ് അൽഫോൺസ് കണ്ണന്താനവും ഒക്കെ വന്നു. പക്ഷേ ഈ കാലത്തൊന്നും ചില പ്രസ്താവനകളും അതിനനുസരിച്ചിട്ടുള്ള മുന്നോട്ട് പോക്കുകളും അല്ലാതെ കാര്യമായി രാജഗോപാലിൻ്റെ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് രാജഗോപാലിൻ്റെ ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന പ്രവർത്തകൻ കൂടിയായ BJPയുടെ പ്രവർത്തകൻ കൂടിയായ ജോർജ് കുര്യൻ ഇന്ന് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം കേരളത്തിന് ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു കേരളമാണ് പ്രധാനമെന്ന്. അതേസമയം സുരേഷ് ഗോപിയുടെ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിന് അർഹമായതേ തരാൻ പറ്റുള്ളൂ, ഇടങ്കോലിടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനമാണ് നമ്മൾ കേട്ടത്. വേറൊരു വീഡിയോയിൽ നമ്മളത് പരാമർശിക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ജോർജ് കുര്യൻ്റെ പക്വതയോടെയുള്ള സമീപനം കേരളത്തിന് എന്തെങ്കിലും സാധ്യത കൊണ്ടുതരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ മേഖലയിലുള്ളവരും കേരള സർക്കാരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ രാജഗോപാലിന് ശേഷം വന്ന അൽഫോൺസ് കണ്ണന്താനം സൗഹാർദ്ദപൂർവ്വം കേരളത്തോട്, സർക്കാരിനോട്, പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ പഴയ ബന്ധമൊക്കെ വെച്ച് പെരുമാറിയിരുന്നെങ്കിലും കാര്യമായ ഗുണമൊന്നും കിട്ടിയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരും മുരളീധരനും നിരന്തരം കേരളത്തിലേക്ക് വരുന്നത് തന്നെ കേരളത്തിനെതിരെ 2 പ്രസ്താവന ഇറക്കാനുമായിരുന്നു. എന്നാൽ ഇന്ന് സുരേഷ് ഗോപിയും അവരുടെ വഴിയിലൂടെയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. എന്നാൽ ജോർജ് കുര്യൻ വഴി കേരളത്തിന് സമഗ്രമായ നിലയിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളത് അറിയാൻ. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരുടെ ചുമതലയേറ്റതിന് ശേഷമുള്ള ഇനി പ്രവർത്തനങ്ങൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സുരേഷ് ഗോപി ആണെങ്കിലും നേരത്തെയുള്ള സമീപനത്തിൽ
സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സമീപനം പുതിയതായി സ്വീകരിക്കുമോ എന്നും ജോർജ് കുര്യൻ ഈ സമീപനത്തിലൂടെ കേരളത്തിന് മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമോ എന്നും ഉള്ള ചോദ്യമാണ്, ആകാംക്ഷയാണ്, പ്രതീക്ഷയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വകുപ്പ് വിഭജനത്തിൽ, ക്യാബിനറ്റ് വകുപ്പ് വിഭജനങ്ങളിൽ ഏറ്റവും കേരളത്തെ നിരാശപ്പെടുത്താൻ ചാൻസ് ഉള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ചുമതലയേൽക്കലാണ്. കേരളത്തെ ഇത്രയധികം ബുദ്ധിമുട്ടിലാക്കിയ ധന സമീപനം ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ടാകില്ല. ഒരു ഉപരോധ സമാനമായി, മറ്റൊരു രാജ്യത്തോട് ഉപരോധ സമാനമായി എടുക്കുന്ന സമീപനത്തിന് തുല്യമാണെന്നായിരുന്നു കേരളത്തിൻ്റെ വിലയിരുത്തൽ. അതിനെതിരെ ഒടുവിൽ സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിന് വിടുന്ന സമീപനം സുപ്രീം കോടതിക്ക് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ചുള്ള നിലപാട് എന്തായാലും അത് സംബന്ധിച്ച് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടർച്ചയായ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പിൽ തന്നെ LDFന് തിരിച്ചടിയായി മാറി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും വരെ ഇത് തുടരുകയും BJP രാഷ്ട്രീയമായ ഗുണം ഇതിൽ നിന്നും കൊയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്താൽ ഒരു തരത്തിലും ശ്രദ്ധിക്കേണ്ടതില്ല. ഇനിയും അതിൻ്റെ രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കാനാണ് സാധ്യത. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ഒരു പ്രതികരണം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. കേരളത്തിൻ്റെ ധനകാര്യത്തെ സംബന്ധിച്ചിടത്തോളം NDA സർക്കാരിൻ്റെ അധികാരാരോഹണവും കേരളത്തിൽ UDFനുണ്ടായ വിജയവും ഏറ്റവും നിരാശാജനകമാണ്. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായുള്ള മോദിയുടെ രണ്ടാം സർക്കാരാണ് നാളിതുവരെ രാജ്യത്ത് പ്രാബല്യത്തിരുന്ന വായ്പാ മാനദണ്ഡങ്ങൾ തിരുത്തിക്കൊണ്ട് കേരള സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറച്ച് ധനപ്രതിസന്ധി സൃഷ്ടിച്ചത്. UDFൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കേരളത്തിനെതിരായ ഈ സാമ്പത്തിക ഉപരോധ നീക്കം കേന്ദ്രം ഏർപ്പെടുത്തിയത്. അതേ നിർമ്മല സീതാരാമൻ വീണ്ടും ധനകാര്യമന്ത്രിയാകുമ്പോൾ കേന്ദ്ര സമീപനത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ. കേരളത്തിന് വേണ്ടി വാദിക്കാൻ വീണ്ടും ഒരു MPയെ ലോക്സഭയിൽ ഉണ്ടാവൂ. രാജ്യത്ത് ആദ്യമായി ധനകാര്യം സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായ കേരളത്തോട് കൂടുതൽ വിവേചനപരമായ നിലപാടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം സ്വീകരിക്കുക. 1999 കേരള നിയമസഭ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പാസാക്കിയത്. 2016 ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പരിഷ്കരിച്ചത്. ഇതിനിടയിൽ UDFൻ്റെ കാലത്ത് കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും കിഫ്ബി വായ്പ സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കിയിരുന്നില്ല. ഇതുപോലുള്ള മറ്റ് ഓഫ് ബജറ്റ് വായ്പ സർക്കാർ വായ്പയായി കണക്കാക്കുക പതിവില്ല. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഫ് ബജറ്റ് വായ്പ എടുത്തുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരും കണക്കെഴുതുമ്പോൾ അവ ബജറ്റിന് പുറത്തുള്ള വായ്പയായിട്ടാണ് കണക്കാക്കുക. അവ കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യതയായി പരിഗണിച്ചിട്ടേയില്ല. ഈ ചട്ടമാണ് കേന്ദ്ര സർക്കാർ തിരുത്തിയത്. കേന്ദ്രത്തിനാവാം, സംസ്ഥാനത്തിന് പറ്റില്ല എന്നാണ് വാദം. UDFന് ഒരു പ്രതിഷേധവുമില്ല. ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടോ എന്നത് സുപ്രീം കോടതി വിധി പറയട്ടെ. പക്ഷെ നിലവിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിനെങ്ങനെയാണ് മുൻകാല പ്രാബല്യം നൽകുക? ഇനിമേൽ കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാർ കടമായി കണക്കാക്കും എന്നല്ല, 2016 മുതലുള്ള വായ്പകൾ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ പോലും കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാൻ UDF തയ്യാറല്ല. കേന്ദ്ര വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടി വരും. കേരളത്തിൻ്റെ ധനകാര്യത്തെക്കുറിച്ചും കടഭാരത്തെക്കുറിച്ചും UDFും മാധ്യമങ്ങളും ചില പണ്ഡിതന്മാരും സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധ്യത്തെ പൊളിച്ചടുക്കേണ്ടതുണ്ട്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, വ്യവസായ പാർക്കുകൾ തുടങ്ങി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല. അവയൊക്കെ അടുത്തൊരു 1/4 നൂറ്റാണ്ടുകൊണ്ട് പണിതാൽ മതിയായിരുന്നോ എന്ന ചോദ്യമാണ് അവയുടെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തേണ്ടത്. ഈ പ്രക്ഷോഭ പ്രചാരണം നടത്തുന്നതിനോടൊപ്പം ഇന്നത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മുൻഗണനകളും നിശ്ചയിക്കേണ്ടതുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് CPMന് LDFന് നൽകുന്ന പാഠവും. കാരണം കേന്ദ്രം ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ തീർക്കുന്ന ഘട്ടത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള തനതു വഴികൾ LDF കണ്ടെത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ വീണ്ടും പുനരാലോചനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ പുതിയ സർക്കാർ വന്നത് ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്ത സമീപനങ്ങൾക്ക് ഉള്ള പ്രതികാര മനോഭാവത്തോടെയുള്ള സമീപനം സ്വീകരിക്കുന്ന ഘട്ടം കൂടി സൃഷ്ടിക്കുന്നതിന് കാരണമാവുമോ എന്നുള്ള ഒരുപക്ഷെ ആശങ്കാജനകമായൊരു ചോദ്യം കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.